നമസ്കാരം. GST പരിഷ്കാരങ്ങൾ ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ വലിയ മാറ്റമാണ് ഉണ്ടാക്കുന്നത്. അടുക്കള ബഡ്ജറ്റിന് ഇത് വലിയ ആശ്വാസമാകും. ഒരു കുടുംബത്തിന് ഏറ്റവും ആവശ്യമായ ഭക്ഷ്യ ഉൽപ്പന്നമായ പാലിനെ നികുതിയിൽ നിന്ന് ഒഴിവാക്കി. കണ്ടൻസ്ഡ് മിൽക്ക്, വെണ്ണ, നെയ്യ്, പനീർ, ചീസ് എന്നിവ 12% നിന്ന് 5%. നേരത്തെ 18% നികുതി ഉണ്ടായിരുന്ന പറാത്തകൾക്ക് GST 0-ലേക്ക് നീങ്ങി. മാൾട്ട്, സ്റ്റാർച്ച്, പാസ്ത, കോൺഫ്ലേക്കുകൾ, ബിസ്ക്കറ്റുകൾ, ചോക്ലേറ്റുകൾ, കൊക്കോ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ GST 5% കുറയും. ശുദ്ധീകരിച്ച പഞ്ചസാര സിറപ്പുകൾ, മിഠായി, മധുരപലഹാരങ്ങൾ തുടങ്ങിയ മിഠായി ഇനങ്ങളും 5% സ്ലാബിലേക്ക് മാറ്റി. നേരത്തെ ഈ ഇനങ്ങൾക്ക് 18% GST. കോഫി എക്സ്ട്രാക്ട്സ്, ടീ എക്സ്ട്രാക്ട്സ്, സൂപ്പ്, പ്ലാന്റ് ബേസ്ഡ് പാനീയങ്ങൾ എന്നിവയുടെ നികുതി 18% നിന്ന് 5% ആകുന്നതോടെ അവയുടെ വിലയും കുറയും. എന്നാൽ കാർബണേറ്റഡ് പാനീയങ്ങൾക്കും എയറേറ്റഡ് വെള്ളത്തിനും മുമ്പത്തെ 28% നിന്ന് 40% GST ഈടാക്കും. നേരത്തെ 12% സ്ലാബിലുണ്ടായിരുന്ന ബദാം, പിസ്ത, ഹേസൽനട്ട്, കശുവണ്ടി, ഈന്തപ്പഴം തുടങ്ങിയവ 5% സ്ലാബിലേക്ക് മാറ്റി. സസ്യ എണ്ണകൾ, ഭക്ഷ്യയോഗ്യമായ സ്പ്രെഡുകൾ, സോസേജുകൾ, മത്സ്യ ഉൽപ്പന്നങ്ങൾ, മാൾട്ട് അടിസ്ഥാനമാക്കിയുള്ള പാക്കേജ് ചെയ്ത ഭക്ഷണങ്ങൾ എന്നിവയെല്ലാം 5% സ്ലാബിലേക്ക് മാറ്റി. അച്ചാർ രൂപത്തിലുള്ള പച്ചക്കറികൾ, പഴങ്ങൾ, ഫ്രോസൺ പച്ചക്കറികൾ, ജാം, ജെല്ലികൾ, സോസുകൾ, സൂപ്പുകൾ, മയോണൈസ്, സാലഡ് ഡ്രസ്സിംഗുകൾ തുടങ്ങിയവയും 5% സ്ലാബിൽ വരും. പുതിയ GST പരിഷ്കാരങ്ങൾ കാരണം വില കുറഞ്ഞത് അടുക്കളയിലെ അവശ്യ വസ്തുക്കളുടെ മാത്രമല്ല. GST 5% കുറച്ചതിനാൽ റെസ്റ്റോറന്റുകളിലെ ഭക്ഷണങ്ങൾക്കും വില കുറയും. അതായത് പ്രതിമാസം ശരാശരി 3000 മുതൽ 4000 രൂപ വരെ ചെലവഴിച്ചിരുന്ന ഏതൊരു കുടുംബത്തിനും ഇപ്പോൾ പ്രതിമാസം 200 മുതൽ 400 രൂപ വരെ ലാഭിക്കാൻ കഴിയും. ഉത്സവ വിവാഹ സീസൺ അടുക്കുമ്പോൾ കൂടിയാണ് പുതിയ പരിഷ്കാരം എന്നത് ശ്രദ്ധേയമാണ്. ആഭ്യന്തര തലത്തിലുള്ള ഉപഭോഗം വർദ്ധിപ്പിക്കാനും US തീരുവയുടെ സാമ്പത്തിക ആഘാതം കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് സ്ലാബുകൾ 5%-വും 18%-മായി പരിമിതപ്പെടുത്തി GST കൗൺസിൽ നിരക്ക് പരിഷ്കരണത്തിന് അംഗീകാരം നൽകിയത്. 12% ഉൾപ്പെട്ടിരുന്ന 99% ഉൽപ്പന്നങ്ങളും 5%-ലായി. 28% ഉണ്ടായിരുന്ന 90%-വും 18%-ലും ഉൾപ്പെടുത്തി. നിലവിൽ 5% നികുതി ഉണ്ടായിരുന്ന ചപ്പാത്തി, പൊറോട്ട, ബ്രെഡ് എന്നിവയുടെ നികുതി പൂർണ്ണമായും ഒഴിവാക്കി. ചൂടാക്കിയ പാൽ, ചെന, പനീർ, പിസ്സ, ബ്രെഡ് എന്നിവയുടെ നികുതിയും ഒഴിവാക്കി. നെയ്യ്, വെണ്ണ, നട്ട്സ്, ചീസ് അടക്കമുള്ള ഭക്ഷ്യസ്ഥാനങ്ങളുടെ GST 12% നിന്ന് 5%-മായി കുറച്ചു. സോയാ മിൽക്ക് പോലുള്ള ഉൽപ്പന്നങ്ങൾ, സസ്യ എണ്ണ, മൃഗക്കൊഴുപ്പ്, സോസേജ്, മത്സ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ GST 12% നിന്ന് 5%-മായി കുറച്ചു. മാപ്പ്, ചാർട്ടുകൾ, പെൻസിൽ, ഷാർപ്നർ, ക്രയോൺ, നോട്ട്ബുക്കുകൾ എന്നിവയുടെ നികുതി 12% നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി. അതുപോലെ ഇറേസറുകളുടെ നികുതി 5% നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി. ചെരുപ്പ്, ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങളുടെ GST 12% നിന്ന് 5%-മായി കുറച്ചു. ജീവൻ രക്ഷാ മരുന്നുകൾ, ഉപകരണങ്ങൾ, ചില മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുടെ നികുതി ഒഴിവാക്കുകയോ 18% നിന്ന് 12%-മായി കുറയ്ക്കുകയോ ചെയ്തു. തെർമോമീറ്ററിന്റെ GST 18 നിന്ന് 5%-ആക്കി. മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ പരിശോധനാ കിറ്റുകൾ 12 നിന്ന് 5-ലേക്ക് താഴ്ത്തി. ഗ്ലൂക്കോമീറ്റർ, ടെസ്റ്റ് സ്ട്രിപ്സ് 12 നിന്ന് 5-ആയി കുറച്ചു. 7500 രൂപയിൽ താഴെയുള്ള ഹോട്ടൽ റൂമുകൾക്ക് 5%-ആക്കി. ഇക്കണോമിക് ക്ലാസ് വിമാന ടിക്കറ്റുകൾക്ക് GST 5%-ആക്കി. സിമന്റിന്റെ GST 28% നിന്ന് 18%-ആയി കുറച്ചു. തയ്യൽ മെഷീന്റെയും ഭാഗങ്ങളുടെയും GST 12% നിന്ന് 5%-ആക്കി കുറച്ചു. ഹെൽത്ത് ക്ലബ്ബുകൾ, സലൂണുകൾ, ഫിറ്റ്നസ് സെന്ററുകൾ, യോഗ കേന്ദ്രങ്ങൾ എന്നിവയിലെ GST 18% നിന്ന് 5%-ആക്കി. കൊക്കോകോള, പെപ്സി തുടങ്ങിയവയുടെയും കാർബണേറ്റഡ് പാനീയങ്ങളുടെയും GST 28% നിന്ന് 40%-ആയി വർദ്ധിപ്പിച്ചു. കഫീൻ അടങ്ങിയ പാനീയങ്ങളുടെയും നികുതി 40%-ആക്കി. പഞ്ചസാരയോ മറ്റു മധുരപദാർത്ഥങ്ങളോ ചേർത്തതോ ഫ്ലേവർ നൽകിയതോ ആയ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും GST 28% നിന്ന് 40%-ആക്കിയിട്ടുണ്ട്. 1200 cc മുകളിലുള്ളതും 4 മീറ്ററിൽ കൂടുതൽ നീളമുള്ളതുമായ വാഹനങ്ങളുടെ നിരക്ക് 40%-ആയി. 350 cc മുകളിലുള്ള മോട്ടോർ സൈക്കിളുകൾ, ഉല്ലാസ നൗകകൾ, സ്വകാര്യ ആവശ്യത്തിനുള്ള വിമാനങ്ങൾ, റേസിംഗ് കാറുകൾ എന്നിവയ്ക്ക് ഉയർന്ന സ്ലാബ് ബാധകമാകും. കോവിഡ് കാലത്ത് സംസ്ഥാനങ്ങൾക്കുണ്ടായ നഷ്ടം നികത്താൻ എടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നതുവരെ പുകയിലയ്ക്കും അതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾക്കും 28% GSTയും നഷ്ടപരിഹാര സെസ്സും ബാധകമായിരിക്കും. അത് കഴിഞ്ഞാൽ ഉയർന്ന നിരക്കായ 40%-ലേക്ക് മാറ്റും.